ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് കേട്ടോ. അതായത് കീവിന് നമ്മൾ എഞ്ചിനീയറിങ്ങിനും ഫാർമസിക്ക് അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായല്ലേ, അങ്ങനെയുള്ളവർക്കുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് എക്സാം ഹോൾ ടിക്കറ്റ് വരുന്നതിന് മുമ്പായിട്ടുള്ള ന്യൂനതകൾ പരിഹരിക്കുന്നതിനാണ്. അതായത് നമ്മുടെ ഫോട്ടോയിലോ സിഗ്നേച്ചറിലോ അല്ലെങ്കിൽ നമ്മളുടെ പേരിലോ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള ഒരു നോട്ടിഫിക്കേഷനാണിത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ നമ്മൾ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്തേക്കുന്നവർക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എൻട്രൻസ് കമ്മീഷണർ അവർക്കൊരു എക്സാം നടത്തുന്നില്ല. സോ ഇപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കറക്റ്റ് ചെയ്യേണ്ടത് എൻജിനീയറിങ്ങിനും ഫാർമസിക്കും എക്സാം എഴുതാൻ നിൽക്കുന്ന കുട്ടികൾക്കായിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റും ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് എൻട്രൻസ് കമ്മീഷണർ വെരിഫൈ ചെയ്തിട്ട് അത് വെബ്സൈറ്റിൽ പ്രസിദ്ധമാക്കിയിട്ടുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ കൊടുത്തേക്കുന്ന ഫോട്ടോയും സിഗ്നേച്ചറും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ അവിടെ ഒരു മെമ്മോ അല്ലെങ്കിൽ നിങ്ങൾ ശരിയാക്കേണ്ട ഒരു സൂചനയൊന്നും വന്നിട്ടുണ്ടാവില്ല. അതായത് എല്ലാവർക്കും ഇത് വരണമെന്ന് നിർബന്ധമില്ല എന്നർത്ഥം. നിങ്ങൾ ആദ്യമേ കൊടുത്തപ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയാണെങ്കിൽ ഇവിടെ ഒന്നും കാണിക്കൂല. പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ ലോഗിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഫോണിലാണെങ്കിൽ ഡെസ്ക് ടോപ്പ് സൈറ്റിലേക്ക് മാറ്റിയിട്ടിട്ട് വേണം ലോഗിൻ ചെയ്യാനായിട്ട്. അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ അവിടെ മെമ്മോ എന്നോ എന്തെങ്കിലും പറഞ്ഞ് കാണിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജുകളുണ്ടോ, ലൈക്ക് നിങ്ങളുടെ ഫോട്ടോ ശരിയല്ല അതുകൊണ്ട് പുതിയത് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ സിഗ്നേച്ചർ ശരിയല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് അവിടെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും ഇത് വരണമെന്ന് നിർബന്ധമില്ല. ഓക്കെ ആയേക്കണവരുടെ ഫോട്ടോയുടെ സ്ഥലത്ത് നിങ്ങളുടെ ഫോട്ടോ തന്നെയാണോ, നിങ്ങളുടെ സിഗ്നേച്ചറിൻ്റെ സ്ഥലത്ത് നിങ്ങളുടെ സിഗ്നേച്ചറിൻ്റെ ഇത് തന്നെയാണോ, നിങ്ങളുടെ പേര് കൊടുത്തേക്കുന്നത് കറക്റ്റ് 10th സർട്ടിഫിക്കറ്റിലുള്ള പോലെ തന്നെയാണോ എന്നൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യുക കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ടല്ലോ, കീമിൻ്റെ വെബ്സൈറ്റിൽ നമ്മുടെ കാൻഡിഡേറ്റ് പോർട്ടലുണ്ട്. അവിടെ നമ്മളുടെ പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ലേ, അതും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാം. അവിടെ നമ്മുടെ പാസ്വേഡ് എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ താഴെയായിട്ട് ഫോർഗെറ്റ് പാസ്വേഡ് എന്നുള്ളൊരു ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ മെയിലിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ അപ്പോൾ അവിടെ കൊടുത്തേക്കുന്ന ഫോൺ നമ്പറിലേക്കോ SMS പോലുള്ള കാര്യങ്ങൾ വരും. അതനുസരിച്ചിട്ട് നിങ്ങൾ അത് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾക്ക് മാറ്റാനോ അല്ലെങ്കിൽ അത് റിക്കവർ ചെയ്തെടുക്കാനൊക്കെ നിങ്ങൾക്ക് സഹായിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം ഇതുപോലെ എന്തെങ്കിലും അതിൽ മെമ്മോ അല്ലെങ്കിൽ മെസ്സേജുകളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രൊഫൈൽ ഡിഫക്റ്റ് എന്നിട്ട് ഒരു സബ്ജക്റ്റ് കൊടുത്തിട്ട് മെയിൽ അയക്കുക. സിയുടെ മെയിലിലേക്ക്. ആ മെയിൽ ID എന്ന് പറയുന്നത് ceekinfo.cee@kerala.gov.in. അതിൽ നമ്മുടെ വെബ്സൈറ്റിൽ വരുമ്പോൾ കോൺടാക്റ്റിൽ കൊടുത്താൽ മതി. അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ കിടക്കുന്നുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് ലഭ്യമാണ്. മലയാളത്തിൽ വിജ്ഞാപനം എന്ന് പറഞ്ഞിട്ടും ഇംഗ്ലീഷിൽ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടും കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ മെയിൽ ID കിട്ടും. അല്ലെങ്കിൽ കോൺടാക്ട്സിലും നമുക്ക് മെയിൽ ID ഉണ്ട്. സോ ആ മെയിലിലേക്ക് എന്തെങ്കിലും ഡിഫക്റ്റ് ഉള്ളവർ അതിൻ്റെ സബ്ജക്റ്റ് കൊടുക്കൂലേ നമ്മൾ മെയിലിൽ, അതിന് പ്രൊഫൈൽ ഡിഫക്റ്റ് എന്ന് കൊടുത്തിട്ട് എന്താണോ അത് അവിടെ പ്രൊഫൈലിൽ ഡിഫക്റ്റ് വന്നേക്കുന്നത് അത് കറക്റ്റായിട്ട് തന്നെ ചെയ്യുക കേട്ടോ. അപ്പം നമുക്കിപ്പോൾ സമയം തന്നേക്കുന്നത് 8/4/2025 5 മണിക്കുള്ളിൽ തന്നെ ഇത് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ്, ചിലവർക്കൊന്നും അറിയില്ല ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളത്. ഇതുപോലെ കുറേ കാര്യങ്ങൾ ഇനിയിപ്പോൾ എക്സാം കഴിഞ്ഞാലും ഒക്കെ വന്നുകൊണ്ടിരിക്കും. സോ അത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് പറയാം, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തിട്ട് നോക്കുക, അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫോട്ടോ സിഗ്നേച്ചർ ആണെങ്കിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ 10th സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്കിവിടെ നേരിട്ടോ തപാൽ മുഖേന ഒന്നും ഇതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. പിന്നെ നമുക്ക് ഇനി വരാനുള്ളത്, അപ്പോൾ നിങ്ങൾക്കിവിടെ കറക്റ്റായിട്ട് എങ്ങനെയാണ് അപാകത പരിഹരിക്കുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് വായിക്കാം. അപേക്ഷയോടൊപ്പം സമർപ്പിച്ചിരുന്ന ഫോട്ടോ, ഒപ്പ്, 10th സർട്ടിഫിക്കറ്റ് എന്നിവയുടെ സൂക്ഷ്മ പരിശോധനയിൽ ന്യൂനതകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ ന്യൂനത പ്രൊഫൈൽ പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മെമ്മോ ഡീറ്റെയിൽസ് എന്നൊരു ലിങ്ക് കിടക്കുന്നുണ്ടാവും. അതാ പറഞ്ഞത് ഞങ്ങൾ ഡെസ്ക് ടോപ്പ് സൈറ്റിലേക്ക് മാറ്റി ഇട്ടിട്ട് ലോഗിൻ ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ മെമ്മോ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. അതിൽ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ 8/4/2025 വൈകുന്നേരം 5 മണിക്കുള്ളിൽ മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന ന്യൂനതകൾ പരിഹരിക്കുന്ന
പഠിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഫോട്ടോഗ്രാഫ് അല്ലെങ്കിൽ ഒപ്പ് അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ആണ് അത് ഏതാണോ അത് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കിത് തപാൽ മുഖാനെയൊന്നും അങ്ങനെയൊന്നും അയക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനി അഡ്മിറ്റ് കാർഡ് പിന്നീട് ഇത് അഡ്മിറ്റ് കാർഡിന് വേണ്ടിയാണ് ഇപ്പോൾ ഇത് ശരിയാക്കാൻ പറയുന്നത്. സോ അതുകൊണ്ടാണ് മെഡിക്കൽ കോഴ്സുകൾ അല്ലെങ്കിൽ ആർക്കിടെക്ചർ കോഴ്സുകളൊന്നും ഉള്ളവർക്ക് ഇത് വരാത്തത് കേട്ടോ. എഞ്ചിനീയറിംഗും ഫാർമസിക്കും മാത്രമാണ് എൻട്രൻസ് കമ്മീഷൻ എക്സാം നടത്തുന്നുള്ളൂ. സോ അവർക്ക് മാത്രമാണ് ഇതിന് ഇപ്പോൾ ഈ ഒരു വെരിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളതൊക്കെ പരിഹരിച്ചാൽ മാത്രമാണ് നമുക്ക് അഡ്മിറ്റ് കാർഡ് വരും, ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ കേട്ടോ. കാരണം നമ്മുടെ ഫോട്ടോ തന്നെയാണോ എന്നൊക്കെ ഒന്ന് നോക്കണം കേട്ടോ അവിടെ വന്നിരിക്കുന്നത്. സാധ്യതയില്ല മാറി വരാൻ, പക്ഷേ സിഗ്നേച്ചറും ഫോട്ടോയും ഒക്കെ നമ്മുടെ തന്നെയാണോ അവിടെ വന്നിട്ടുണ്ട് എങ്കിൽ പോലും അത് നമ്മുടെ തന്നെയാണോ പ്രൊഫൈലിൽ കാണിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കണം കേട്ടോ. ഇനി നമുക്ക് നേറ്റിവിറ്റി അതുപോലെ തന്നെ നമ്മുടെ റിസർവേഷൻ തെളിയിക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് അപ്പോൾ എല്ലാവർക്കും വരും. മെഡിക്കൽ, ആർക്കിടെക്ചർ അങ്ങനെയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ആ ഒരു സമയത്ത് വരും. അത് പിന്നീട് അറിയിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കറക്റ്റായിട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനോടനുബന്ധിച്ചിട്ട് പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക, പറയാം. അല്ലെങ്കിൽ ഇതിൽ മൊബൈൽ നമ്പറുണ്ട്, അതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. Take care, stay blessed. Thank you.